സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. കാരണമെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളും ഗെയിമുകളും എല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതിന് സെക്യൂർഡായിട്ടും സേഫായിട്ടുമുള്ള ഒരു ആപ്ലിക്കേഷൻ സ്റ്റോർ എന്ന് പറയുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോർ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. വളരെ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ. എന്തെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. അതായത് ഇപ്പോഴൊക്കെ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി ഒരു ആപ്ലിക്കേഷനോ ഒരു ഗെയിമുകളോ അല്ലെങ്കിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിച്ച് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഒരു ആപ്ലിക്കേഷനോ ഗെയിമുകളോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്തൊരു ആപ്ലിക്കേഷനോ ഗെയിമുകളോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമാകുക. അതുപോലെ തന്നെ അപ്ഡേറ്റിംഗ് ആയിരുന്നാലും ശരി, നമുക്ക് ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മറ്റെന്തെങ്കിലും നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി ചെയ്യാൻ സാധ്യമാവുകയും ചെയ്യുക. എന്നാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ പുതിയൊരു മാറ്റത്തിനനുസരിച്ച് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ആയിരുന്നാലും ശരി, ഗെയിമുകളായിരുന്നാലും ശരി, അപ്ഡേറ്റിങ്ങളായാലും ശരി, നമുക്ക് ഒന്നിച്ച് തന്നെ ഇവയെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഓരോ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മറ്റൊരു ആപ്ലിക്കേഷൻ അങ്ങനെ ഇനി വേണ്ട, നമുക്ക് എല്ലാം ഒന്നിച്ച് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷനുകളായാലും ശരി, ഗെയിമുകളായാലും ശരി, നമുക്ക് ഒന്നിച്ച് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമാകും. വളരെ നല്ലൊരു മാറ്റം തന്നെയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ കൊണ്ടുവരാൻ പോകുന്നത്. കാരണമെന്ന് പറയുന്നത് നമ്മുടെ സമയവും മറ്റുമൊക്കെ ലാഭിക്കുവാൻ ഈ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഈ ഒരു മാറ്റം ഗൂഗിൾ പ്ലേ സ്റ്റോർ കൊണ്ടുവരുന്നതോടുകൂടി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപഭോക്താക്കൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന കുറച്ച് ഉപഭോക്താക്കൾക്ക് ടെസ്റ്റിംഗ് വേർഷനായിട്ട് നമുക്ക് ഈ ഒരു ഫീച്ചർ എനേബിൾ ആക്കിയിട്ടുമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ. ചിലർക്കൊക്കെ ഈ ഒരു ഫീച്ചർ ലഭ്യമാകുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെയും മറ്റുമൊക്കെ റിവ്യൂ കണക്കിലെടുത്തുകൊണ്ട് ഉടൻ തന്നെ നമുക്കും നമ്മുടെ പ്ലേ സ്റ്റോറിലും ഈ ഒരു ഫീച്ചർ എനേബിൾ ആകും. നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.